ഹായ് ഓൾ, ഐം വികടകവി. ഇന്ന് നമ്മൾ ലിപിയിൽ ലിറിക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് എൻ്റെ LOL എന്ന് പറഞ്ഞ ട്രാക്കിലാണ്. അത് എൻ്റെ ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ 2021 ഇറക്കിയ എൻ്റെ ഫസ്റ്റ് ആൻഡ് ഡെബ്യൂ ആൻഡ് ദ ഓൺലി ആൽബം, ഫുൾ ലെങ്ത് സോളോ ആൽബം ദാറ്റ് ഐ ഹാവ് ഡൺ. ബാർകോഡ് എന്നാണ് എൻ്റെ പേര്. അതിലെ ട്രാക്കാണ് LOL എന്നുള്ള ടൈറ്റിൽ തന്നെ സജസ്റ്റ് ചെയ്യുമ്പം അത് ആൾക്കാർ ലാഫ് ഔട്ട് ലൗഡ് അല്ലെങ്കിൽ ആ ഒരു ചിരിയുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു വാക്കാണ്. പക്ഷെ ഞാൻ വികടകവി ആയതുകൊണ്ടും എനിക്കത് LOL എന്ന് വിചാരിച്ച് എഴുതിയ പാട്ടല്ല. ആ പാട്ടിൻ്റെ ലിറിക്സിൽ ഹുക്കിൽ ലൈഫ് ഓൺ ദ ലൈൻ എന്നുള്ള കാര്യം ഷോർട്ടൺ ചെയ്തിട്ടാണ് LOL എന്ന് എടുത്തേക്കുന്നത്. ലൈഫ് ഓൺ ദ ലൈൻസ് എന്നുള്ളതിന് തന്നെ വരികളിൽ ലൈഫ് വെക്കുന്നു. നേരത്തെ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള പാട്ടുകളിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര പേഴ്സണലായിട്ട് ആൽബത്തിൽ തന്നെ ഏറ്റവും എനിക്ക് പേഴ്സണൽ ആൻഡ് ഇമോഷണലി കണക്റ്റിംഗ് ആയിട്ടുള്ള ട്രാക്കുകളിൽ ഒന്നാണ്. ഇത് ബേസിക്കലി എൻ്റെ സ്റ്റോറിയാണ്. ഞാനെന്നുള്ള ആൾ ജീവിതം എങ്ങനെയാണ് ഈ വരികളിൽ വെച്ചതെന്നുള്ളതാണ് ഈ പാട്ട്. ലൈഫ് ഓൺ ദ ലൈൻസ് എന്നുള്ളതിന് വേറൊരു മീനിങ് കൂടെ ഓബ്വിയസ് ആയിട്ടുണ്ട്. അതായത് ജീവിതം റിസ്ക് ചെയ്യുക അല്ലെങ്കിൽ ലൈഫ് മൊത്തം ഇതിന് വേണ്ടിയിട്ട് ഇടുക എന്നുള്ളതുണ്ട്. അപ്പോൾ അതാണ് ഈ ട്രാക്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ലിറിക്സ് ബ്രേക്ക് ഡൗണിലോട്ട് പോകാം. ഈ ട്രാക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റേസറാണ്. നോട്ട് മെനി പീപ്പിൾ നോ ദാറ്റ് ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ട്രാക്സ് ഞാനും റേസറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള. ഈ ആൽബത്തിൽ റേസറിൻ്റെ വേറെയും 2 ബീറ്റ്സ് ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ട്രാക്കും കൂടെ ആയതുകൊണ്ട് ഞാനിത് വളരെ സമയമെടുത്ത് തന്നെയാണ് എഴുതിയത്. ആൽബം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുത്ത് ഞാൻ പുസ്തകത്തിൽ പേനയായിട്ട് ഇരുന്ന് കുറച്ചധികം നാളുകൾ ഇതിൽ സ്പെൻഡ് ചെയ്ത് ഓർമ്മയുണ്ട് എനിക്ക്. ഇതിൻ്റെ ഹുക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈച്ച് ആൻഡ് എവറി ബാറിൽ വെച്ച എൻ്റെ ലൈഫ് ഓൺ ദ ലൈൻ, കാഴ്ചവെച്ച സ്വന്തം കഴിവ് ഇറ്റ്സ് മൈ ലൈഫ് ഓൺ ദ ലൈൻ, പരിധി എന്ന വാക്ക് കളവ് തുടച്ചു നീക്കി ഫ്രം മൈ ലൈഫ്, ലൈഫ് ലൈൻസ് ഇല്ല ഇത് എൻ്റെ ലൈഫ് ഓൺ ദീസ് ലൈൻസ് എന്നാണ്. പറഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഓബ്വിയസ് ആയിട്ട് അതിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈഫ് ഓൺ ദ ലൈൻ എന്നുള്ള വരികളെ പല രീതിയിൽ ഉപയോഗിച്ചേക്കുകയാണ്. ലിപി എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ലിപിയെ മാക്സിമം രീതിയിൽ ഇംഗ്ലീഷും മലയാളവും ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കാനാണ് അതിൽ ശ്രമിച്ചിരിക്കുന്നത്. റാപ്പിൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂസിക് കൗണ്ടാണ്. മ്യൂസിക്കിൽ ബേസിക്കലി 1 2 3 4 കൗണ്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ ബാർസിലാണ് അളക്കാറ്. 1 ബാർ 2 ബാർ 3 ബാർ അങ്ങനെയാണ് പോവുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ബാറിൽ എൻ്റെ ലൈഫാണ് ഞാൻ വെച്ച വരികളിൽ എൻ്റെ ലൈഫാണ് ഉള്ളതെന്നുള്ളതുണ്ട്. പിന്നെ കാഴ്ച വെക്കുന്ന സ്വന്തം കഴിവ്, അതായത് ഈ കഴിവാണല്ലോ നമ്മൾ ഈ മ്യൂസിക്കിൽ കൂടെ കാഴ്ച വെക്കുന്നത്. അപ്പോൾ കാഴ്ച വെക്കുന്ന സ്വന്തം കഴിവ് അതും ഈ ലൈഫ് ഓൺ ദീസ് ലൈൻസ് ആണ്. പരിധി എന്ന വാക്ക് കളവ് തുടച്ച് നീക്കി ഫ്രം മൈ ലൈഫ് എന്നുള്ളതുണ്ട്. നേരത്തെ എന്താണ് പറയുക, പരിധികളെക്കാട്ടും കൂടുതൽ എനിക്ക് ആ സമയത്ത് എവിടം വരെ എത്താവുന്നോ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പോലും ഐഡിയ ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി പാഷനേറ്റ് ആയിട്ടും കംപ്ലീറ്റ്ലി ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തുടങ്ങിയൊരു സമയമായതുകൊണ്ട് എനിക്ക് ആ പരിധികളെ റിമൂവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അതിനെ ലൈഫിൽ നിന്ന് തുടച്ച് നീക്കുക എന്നുള്ള ആ ഒരു എലമെൻറ്റിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈഫ് ഓൺ ദീസ് ലൈൻസ് എന്നുള്ളതിന് ലൈഫ് ലൈൻസ് ഇല്ല ഇത് എൻ്റെ സ്വന്തം ലൈഫാണ് ഈ ലൈൻ. ലൈഫ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും യു ഹാവ് എ സെക്കൻഡ് ചാൻസ്, അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ വേറൊരു ലൈഫ് ലൈൻ എന്ന് പറയുമ്പം അറിയാലോ, ഒരു എക്സ്ട്രാ ഓപ്ഷൻ പോലെയാണ്. അതില്ല, ലൈഫിൽ അതില്ല. ആക്ച്വലി ജീവിതത്തിൽ നമുക്കങ്ങനെ ലൈഫ് ലൈനായിട്ട് ഒരാളുണ്ടാവണമെന്നോ അല്ലെങ്കിൽ അവസ്ഥകൾ സിറ്റുവേഷൻ ഉണ്ടാവണമെന്നോ ഇല്ല. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ആളല്ല. വളരെ നോർമലായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ആലപ്പുഴയിൽ ജനിച്ച് ഒരു വളരെ കൊച്ചിലെ തന്നെ മ്യൂസിക്കിനോടും എഴുത്തിനോടും ഒക്കെ താല്പര്യം തോന്നി ഒരു പ്രായം എത്തിയപ്പോഴത്തേക്കും അത് ഞാൻ ഈ ലൈൻസിലോട്ട് ഇടാൻ തുടങ്ങിയതാണ്. ആൻഡ് വൺസ് ഐ ഗോട്ട് ഗുഡ് ഇൻ ഇറ്റ്, ഞാനത് മ്യൂസിക് ഒരു കരിയറായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്രൈസിങ് എൻ്റെ ജീവിതം ഞാൻ ലൈൻസിൽ വെച്ചു എന്നുള്ളതും, പിന്നെ ഈ ബാർകോഡ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ ബാർകോഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് എന്നുള്ള സാധനവും ബാർകോഡ് എന്നുള്ള ആ ഒരു ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ ഈ ആൽബം ലിസൺ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ലിസൺ ചെയ്തിട്ടുള്ളതെങ്കിൽ ഐ പ്ലീസ് ഹോപ്പ് യു ഗൈസ് ഗോ ആൻഡ് ലിസൺ ടു ഇറ്റ്. ഡു ലെറ്റ് മീ നോ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. എൻ്റെ ആൽബത്തിൽ ഈ പാട്ടെത്തുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിഡിൽ പോയിന്റിൽ ഒരു ആൽബത്തിൻ്റെ ഒരു നടുക്ക് പോയിന്റിൽ എത്തുമ്പോഴാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ റിവീൽ ചെയ്ത് തുടങ്ങുന്ന ഒരു ട്രാക്കായിട്ട് ഇത് തുടങ്ങുന്നത്. സോ അങ്ങനെയാണ് എൻ്റെ ഹുക്ക് പോകുന്നത്. ജീവിതം ലൈൻസിൽ വെച്ച ഒരു കവിയാണ് ഞാൻ. ഞാൻ വികടകവി ആയതുകൊണ്ട് വിഷമങ്ങളെയും ഇമോഷൻസിനെയും പറ്റി ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു ബീറ്റും കൂടെ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ബീറ്റാണ്. അപ്പോൾ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുകയും എന്നാൽ
അതിൻ്റെ ഒരു ഭയങ്കര ഐറോണിക്കലായിട്ട് അതിനെ LOL എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ ട്രാക്കിൽ എൻ്റെ ഏറ്റവും വലിയ ലൈക്ക് വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ടൈറ്റിലിൽ തന്നെ അങ്ങനെ വെച്ചതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അതിലൊരു കിട്ടിയൊരു ഹൈ എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത വേഴ്സിലോട്ട് പോവാം. അതിൻ്റെ വേഴ്സ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയില്ലെന്ന് വാചകങ്ങൾ, നിന്നെ കൊണ്ട് കൂടില്ലെന്ന് ആരവങ്ങൾ, ലൈഫിൽ നിനക്ക് ചൂടില്ലെന്ന് പറഞ്ഞവരെ ആളിക്കത്തും വരികൾ, ചൂടിക്കാനായി ആഗ്രഹങ്ങൾ. വെരി സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമുക്ക് ഉറപ്പായിട്ട് ഒരു ആർട്ടിസ്റ്റ് ഇതെടുക്കുമ്പോൾ, ഒരു ആർട്ടിസ്റ്റ് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആദ്യം അവർക്ക് ഒരുപാടധികം ഡീമോട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത, അതിനെപ്പറ്റി യാതൊരുവിധ അറിവോ കാര്യങ്ങളോ അറിയാത്തവരുടെ ക്രിറ്റിസിസം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ലൈഫിൽ ജനറലി ഞാൻ ഒത്തിരി എന്താണ് പറയുക, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് പലതരം കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാൻ സ്ഥിരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒരുപാട് നിന്നെക്കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നിനക്ക് ഇതെല്ലാം കൂടെ പറ്റില്ല, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യം നിനക്ക് കഴിയുന്ന കാര്യമല്ല, പിന്തിരിപ്പിക്കുന്ന ടൈപ്പുള്ള വാചകങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ സെൽഫ് ഡൗട്ടിനെയും ഒക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ബാഡായിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് തോന്നിയത് കഴിയില്ലെന്ന് ഒരുപാട് വാചകങ്ങൾ, കഴിയില്ലെന്ന് നമ്മളോട് പറയുന്ന വാചകങ്ങൾ, നിന്നെക്കൊണ്ടൊന്നും കൂടില്ല എന്നുള്ള ആരവങ്ങൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലൈക്ക് പിന്നിലോട്ട് പിടിച്ചു വലിക്കുന്ന പോലെ ആരവങ്ങളായിട്ടാണ് അത് കേൾക്കുന്നത്. കാരണം ഡൗട്ടുള്ള ഒരാൾക്ക് അങ്ങനത്തെ വാചകങ്ങൾ എപ്പോഴും ഭയങ്കര അവരുടെ തലയിൽ ഭയങ്കര ലൗഡായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊരു കാര്യം മോശമായിട്ട് പറഞ്ഞാലും അത് അവരെ ഒത്തിരി അഫക്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് അത് എക്സ്പീരിയൻസിൽ കൂടെയാണ് അത് മാറിയത്. പിന്നെ അതേപോലെ തന്നെ ആ വാചകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് അതിൽ പറയുന്നത്. ലൈഫിൽ നിനക്ക് ചൂടില്ലെന്ന് പറഞ്ഞവരെ ആളിക്കത്തുന്ന വരികൾ, ചൂടിക്കാനായി ആഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചൂട് എന്നുള്ളത്, ചൂടിക്കാൻ എന്നുള്ളതും അതും മലയാളത്തിലൊരു ഒരേ വാക്കുകൾ ഹോമോഫോൺ രണ്ട് രീതിയിൽ ഉപയോഗിച്ചേക്കുന്നതാണ്. ജീവിതത്തിൽ ചൂടില്ല എന്ന് ആൾക്കാർക്ക് പറയാം, പക്ഷെ അവരെ എൻ്റെ ആളിക്കത്തുന്ന വരികൾ, ചൂടിക്കാനായി ആഗ്രഹങ്ങൾ, അവർ ആ വാക്കുകൾ ചൂടുക എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ വായിലൂടെ പറയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പല ആൾക്കാരും പിന്നീട് എൻ്റെ മ്യൂസിക് കരിയറിൽ എന്നോട് അങ്ങനെ കഴിയില്ലെന്ന് പറഞ്ഞ ആൾക്കാർ എൻ്റെ വരികൾ എൻ്റെ കൂടെ ഏറ്റുപാടുക അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഈ ട്രാക്കിനൊക്കെ മുന്നേ ആണ് ഇത്, വളരെ കരിയറിൻ്റെ വളരെ ഒരു ഫ്യൂ ഇയേഴ്സിന് ശേഷമാണ് ഞാനിത് ചെയ്തിരുന്നത്. ഒരു ആൽബം ലോഞ്ചോട് കൂടി തന്നെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അന്നും ഞാൻ ആൽബം ലോഞ്ചിലും ഇത്രയും ട്രാക്കുകളും ഇത്രയും ഭയങ്കര ഹൈ എനർജി ട്രാക്കുകൾ ഉണ്ടായിട്ടും ഞാൻ ആൽബം ലോഞ്ചിൽ എൻ്റെ എൻട്രൻസിൽ ഞാൻ ഫസ്റ്റ് ഫുൾ ലൈറ്റ്സ് ഓഫ് ചെയ്ത് സ്പോട്ട് ലൈറ്റിൽ ഫസ്റ്റ് ഞാൻ പെർഫോം ചെയ്ത് തുടങ്ങിയത് ഈ ട്രാക്കാണ്. ദാറ്റ്സ് ഹൗ ക്ലോസ് ദിസ് ഈസ് ടു മീ. ആൻഡ് അതുകൊണ്ടാണ് അടുത്ത വരികളിൽ ഞാൻ പിന്നെയും ആ കാര്യം പറയുന്നുണ്ട്. നെഞ്ചു പൊട്ടിയ പ്രാർത്ഥനകൾ, കണ്ണുനീരിൻ നേരെ കണ്ണടച്ച കല്ലു വിഗ്രഹങ്ങൾ, എണ്ണിപ്പെറിക്കിയ നാണയങ്ങൾ, മിച്ചം പിടിച്ച ശമ്പളത്തിൻ ബാക്കി അമ്മ സ്കൂളിൽ കൊടുക്കാൻ നൽകിയപ്പോൾ അളന്നു ബാധ്യതകൾ. ദാറ്റ്സ് മൈ ലൈഫ് റൈറ്റ് ദെയർ. സോ ഈ പറഞ്ഞു പോയ പോലെ നെഞ്ചു പൊട്ടിയ പ്രാർത്ഥനകളുടെ അപ്പുറത്തേക്ക് അതെവിടെ നോക്കിയാൽ പ്രാർത്ഥിക്കുന്നത്, എന്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും എപ്പോഴും എല്ലാവർക്കും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ പ്രാർത്ഥനകളൊന്നും നടക്കാറാകുമ്പോഴും നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ മൂവിങ് ആവാണ്ടാവുമ്പം യു സ്റ്റാർട്ട് കേഴ്സിങ് എവ്രിബഡി ഓർ എവറിത്തിങ് യു ബിലീവ് ഇൻ, ഇൻക്ലൂഡിങ് ദ ദൈവം ഓർ ഐഡൽസ് ഓർ വാട്ടെവർ യു യൂസ് ടു ബിലീവ് ഇൻ. അപ്പോൾ ആ പ്രാർത്ഥനകൾ നെഞ്ചു പൊട്ടുന്ന തരത്തിലുള്ളതാവും തോറും കണ്ണുനീരിൻ്റെ നേരെ കണ്ണടച്ച കല്ല് വിഗ്രഹങ്ങൾ എന്നുള്ളതാണ്. അവിടെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആ കണ്ണുനീര് നേരെ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൊരു ഭയങ്കര ബിഗറായിട്ടുള്ളൊരു സാധനമുണ്ട്. അത് കല്ല് വിഗ്രഹങ്ങളാണ്. കല്ല് വിഗ്രഹങ്ങൾ കണ്ണടയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഐറോണിക്കലാണ്. ബട്ട് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വരികൾ എന്ന് പറയുന്നത് എണ്ണിപ്പെറിക്കിയ നാണയങ്ങൾ. പ്രാർത്ഥനകളും അതിന് കണ്ണടച്ച വിഗ്രഹങ്ങളുടെ ഇപ്പുറത്തേക്ക് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലുള്ളതും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ആകെ കയ്യിലുള്ളത് എണ്ണിപ്പെറിക്കിയ നാണയങ്ങൾ, മിച്ചം പിടിച്ച ശമ്പളത്തിൻ ബാക്കി അമ്മ സ്കൂളിൽ കൊടുക്കാൻ നൽകിയപ്പോൾ അളന്ന് ഞാൻ ബാധ്യതകൾ. ആ എണ്ണിപ്പെറിക്കിയ നാണയങ്ങളെന്ന് പറയുമ്പോൾ അതെല്ലാം ആണ് അല്ലേ. നമ്മുടെ കയ്യിൽ ആകെ അത്രയും വളരെ മിനിമമായിട്ട് അത്രേ ഉള്ളെങ്കിൽ അതാണ്, ദാറ്റ്സ് ഓൾ വി ഹാവ് എന്നുള്ളപ്പോൾ അതിൻ്റെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എൻ്റെ അമ്മ ജോലി ചെയ്താണ് ഒരു പ്രായത്തിന് ശേഷം ഞങ്ങളെ പഠിപ്പിച്ച് എന്നെയും എൻ്റെ ചേച്ചിയെയും പഠിപ്പിച്ചതും കാര്യങ്ങളും ഒക്കെ. അതായത് വരുന്ന വരികളിൽ ഞാൻ പോറ്റി പൊന്നു പോലെ രണ്ട് മക്കളെന്നും പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കി അടുത്ത ലിറിക്സിൽ ഞാൻ പറഞ്ഞു പോവാം. അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ശമ്പളത്തിൻ്റെ ബാക്കി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ശമ്പളത്തിൻ്റെ ബാക്കി പിടിക്കുന്നത് മക്കളുടെ സ്കൂളിലെ ഫീസാണെന്നും കൂടെ കൊടുക്കാനാണെന്നും കൂടെ പറയുമ്പോഴത്തേക്കും അതിന് വളരെ ചെറിയ പ്രായത്തിൽ എനിക്കപ്പോൾ എന്തൊക്കെയാണ് ബാധ്യതകൾ, എന്തൊക്കെയാണ് ബാക്കിയുള്ളത്, ഞാൻ എന്തിലോട്ടാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള
കുറച്ചും കൂടെ ഒരു എനിക്കത് ആ പ്രായത്തിലെ മനസ്സിലായിരുന്നു എന്നുള്ള ആ ഒരു അറിവിനെയാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഇറ്റ്സ് വെരി പേഴ്സണൽ ഓൾസോ. ഞാൻ ഒരു 11-12 വയസ്സിന് ശേഷം എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ അച്ഛൻ പാസ്ഡ് അവേ ആയി, അത് കഴിഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഐ ഗ്രൂ അപ്പ് വിത്ത് മൈ മദർ ആൻഡ് മൈ ഫാമിലി ആൻഡ് മൈ സിസ്റ്റർ ആൻഡ് ദാറ്റ്സ് ഓൾ വി ഹാഡ്. അപ്പോൾ വളരെ ബെയർ മിനിമം കൊണ്ട് നമ്മൾ സർവൈവ് ചെയ്ത കഥകളിലൊക്കെ ഒരു തിരിഞ്ഞു നോട്ടം. ആൻഡ് ലൈക്ക് ഈ പാട്ടി പറയുന്ന പോലെ തന്നെ ലൈഫാണ് ഈ ലൈൻസിൽ വെച്ചേക്കുന്നത്. അടുത്ത വരികൾ പോകുന്നത് അളന്നും ഞാൻ ബാധ്യതകൾ പറഞ്ഞതിന് ശേഷം അടുത്ത വരികൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിഗർ ദാൻ ദ ടെക്സ്റ്റ് ബുക്കിലെ പാടവങ്ങൾ, പോറ്റി പൊന്നു പോലെ 2 മക്കൾ, നോട്ട് ഇൻസ്പയർഡ് ദിസ് മൈ ലൈഫ് ഓൺ ദിസ് ലൈൻസ്, നീറും മനസ്സ് ആസിഡ് പോലെ അപ്പോഴാ നിൻ്റെ ആൽക്കലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എഗെയിൻ ആ ബാധ്യതകൾ അളക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ അത്ര ചെറുതായിരിക്കുമ്പോൾ ഒരു ചൈൽഡ്, ഒരു വളരെ യങ്ങറായിട്ടുള്ള ഒരാൾക്ക് ഒരു ഭയങ്കര ഒരു വലിയ ലോസോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ റിയാലിറ്റിയോ ഫിനാൻസോ ഒന്നിനെ പറ്റിയിട്ട് അറിയേണ്ട ആവശ്യമില്ല. ചൈൽഡ് ഗ്രോയിങ് അപ്പ് ഡസൻറ്റ് നീഡ് ടു ബി ബോതേർഡ് ഓർ കൺസേൺഡ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ഓൾ ആർ കമ്മിങ് ഫ്രം സച്ച് ലൈവ്ലിഹുഡ്സ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ സ്റ്റോറിയും അതിൽ നിന്നുള്ള ട്രോമകളും അതിൽ നിന്നുള്ള ലോസസും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പെയിൻ പോയിൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലോ സ്കൂളിലെ പാഠങ്ങളിലോ ടെക്സ്റ്റ് ബുക്കുകളിലോ ഒന്നും പഠിപ്പിക്കാത്ത, അതിനൊന്നും പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് ലൈഫിൽ കുറേ ലെസൺസ് ഉണ്ട്. അതെല്ലാം ലൈഫിന് തന്നെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അത് പഠിക്കാത്തിടത്തോളം ലൈഫ് പഠിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വരികളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഏത് ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളെക്കാട്ടും വലുതാണ്, ബിഗ്ഗറാണ് എന്നുള്ളൊരു തോന്നലാണ് ആ വരികൾ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ ആ പാഠങ്ങളും ഈ ബാധ്യതകളെല്ലാം വെച്ച് പോറ്റി പൊന്നു പോലെ 2 മക്കൾ, ഒരു എന്താണ് പറയുക, കുറവോ ഇതിൻ്റെ അപ്പുറത്തേക്ക് വി സർവൈവ്ഡ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ടേക്ക് ബാക്ക്. സോ ആ വരികൾ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും നടുക്ക് നിൽക്കുന്ന ഒരാളുടെ നീറുന്ന മനസ്സ് ആസിഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നീറുന്ന മനസ്സ് ആസിഡ് പോലെ നിൽക്കുന്നത് എന്താ ആൽക്കലൈൻ, അതൊരു ചെറിയ കെമിസ്ട്രി നോളജ് ആ ബാറിൻ്റെ അകത്ത് യൂസ് ചെയ്തതാണ്. ഓൾസോ ഏറ്റവും നീറ്റൽ ആസിഡ് എന്നുള്ള സംഭവം മനസ്സത്രയും നീറുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു ആൽക്കലൈൻ എന്താണ് എന്നുള്ള ആ ഒരു കമ്പയർ ചെയ്ത് ആ പെയിനിനെ, ആ കമ്പാരിറ്റീവ്ലി ആ പെയിൻ അല്ലെങ്കിൽ ആ നീറ്റൽ എന്തോരം വലുതാണ് എന്ന് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അടുത്ത വരികളെന്ന് പറയുന്നത്, ഫക്ക് യു നോ അബൌട്ട് ബോർഡർ ലൈൻ, ഓടനായി നിന്ന് കൺട്രോൾ പോയ മൈൻഡ്, കെട്ടിയിട്ട കയറാണ് എൻ്റെ ഗ്രൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് അഗെയിൻ സെൽഫ് എക്സ്പ്ലനേറ്ററി എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫക്ക് യു നോ അബൌട്ട് ബോർഡർ ലൈൻ കണ്ട് ഏറ്റവും അറ്റം കണ്ട് ബോർഡർ ലൈൻ ലൂസ് ദ മൊമെൻറ്റ് ബിഫോർ യു ലൂസ്. നമ്മൾ എത്തുന്ന ഒരു മനുഷ്യൻ എത്തുന്ന ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ, അത് പല രീതിയിലായിരിക്കാം. ഇമോഷണലി ആയിരിക്കാം, മെൻ്റലി, പേഴ്സണലി, സ്പിരിച്വലി, ഹൗഎവർ ഇറ്റ് ക്യാൻ ബി. അപ്പോൾ ആ ബോർഡർ ലൈൻ കണ്ട ആൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്തറിയാം നിങ്ങൾക്ക് എൻ്റെ ബോർഡർ ലൈനെ പറ്റി എന്തറിയാം, എൻ്റെ റേജാണ്, എൻ്റെ ഉള്ളിലുള്ള റേജ്, എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ, എൻ്റെ അവസ്ഥകൾ എനിക്ക് ആൾക്കാരോട് ഈ ലൈഫ് ലൈൻസിൽ കൂടെ വിളിച്ചു പറയാൻ കിട്ടിയപ്പോൾ ഞാൻ ആ ഫ്രീഡവും ആ ഇമോഷൻസും മാക്സിമം യൂസ് ചെയ്താണ് ഈ പാട്ട് ഫുൾ അങ്ങനെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. ഞാൻ എല്ലാ വരികളും പറഞ്ഞു പോകുമ്പോഴും ഇതിൻ്റെ അകത്ത് ഈ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും അതിൽ ഏറ്റവും മുഴച്ച് നിൽക്കുന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നൊരു അർത്ഥത്തിനെക്കാട്ടും അപ്പുറത്തേക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കുന്നത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ മൈൻഡ് പലയിടത്തോട്ട് ഓടിപ്പോവും, ആ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഓടിപ്പോവും. ആ ഓടിപ്പോവാൻ നിന്ന മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കെട്ടിയിട്ടത് എൻ്റെ ഈ ഗ്രൈൻഡാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഗ്രൈൻഡ് എന്ന് പറയുമ്പോൾ ദ ഹാർഡ് വർക്ക്, ദ ഹസിൽ ബിഹൈൻഡ് ദിസ്, ദ മ്യൂസിക് ഓർ വാട്ട് എവർ ഞാൻ ചൂസ് ചെയ്ത പാത്ത്, ആ വർക്ക് ആൻഡ് ദാറ്റ് എഫേർട്ട് തന്നെയാണ് എൻ്റെ ആ സമയത്തെ വളരെ വളരെ നെയ്വും ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ആ ഒരു മൈൻഡിനെ ആ സമയത്ത് കെട്ടിയിട്ടത് എൻ്റെ ആ ഗ്രൈൻഡ് തന്നെയാണ്. എൻ്റെ വർക്ക്, എൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് തന്നെയാണ് ആ മൈൻഡിനെ പിടിച്ചു നിർത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തിനു വേണ്ടിയാവാം, നോട്ട് ജസ്റ്റ് മ്യൂസിക് കരിയർ ഓർ എനിത്തിങ്, ജീവിതത്തിൽ ആ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൈൻഡ് തന്നെയാണ് പിടിച്ചു നിർത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വരികളിലോട്ട് ആ ഗ്രൈൻഡ് എന്ന് പറയുന്നത്, എൻ്റെ സൃഷ്ടി വികട കവി, ഫീലിംഗ് ലൈക്ക് എം ഫ്രാങ്കൻസ്റ്റൈൻ, എൻ്റെ നിൻ്റെ നാശം ബട്ട് ഇറ്റ്സ് വിത്ത് ദ റൈംസ് എന്നാണ് പറയുന്നത്. എൻ്റെ സൃഷ്ടിയാണ് വികടകവി എന്നുള്ള ഒരാൾ ഞാനും എൻ്റേതും ആയി മാറുന്നത് അവിടെയാണ്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഞാനായി മാറുകയാണ് ചെയ്തത്. പേര് മാത്രം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഈ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ, അല്ല ആ ചെയ്യാനുള്ള മൈൻഡ് സെറ്റിനെ, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഓൾട്ടർ ഈഗോനെയാണ് ഞാൻ വികടകവി ആക്കി.
ടൈം ചെയ്തെടുത്തത്. അതൊരിക്കലും ആദ്യമേ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലല്ലായിരുന്നു. അപ്പോൾ അതിനെയാണ് ആ വരികൾ കുറച്ചും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ സൃഷ്ടിയാണ്. ഫ്രാങ്കൻസ്റ്റൈൻ എന്നുള്ള ബുക്കുമായിട്ട്, ഒരു ഫിക്ഷണൽ സ്റ്റോറി, ആ ഒരു ബുക്കുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് നാൾക്ക് മുമ്പെയാണ് ഞാനത് വായിച്ചിരുന്നത്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ സൃഷ്ടി, ഇഫ് യു നോ ദ സ്റ്റോറി യു നോ റൈറ്റ്, സൃഷ്ടി നിൻ്റെ തന്നെയാണ്. പക്ഷെ അത് ആ സൃഷ്ടി ഉണ്ടാക്കിയവൻ്റെയും ആ ഉണ്ടാക്കിയ സൃഷ്ടിയുടെയും നാശം അതോടുകൂടി തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര വളരെ ഡാർക്ക് ഒരു പ്ലേസിൽ നിന്ന്, ഭയങ്കര ഒരു ഡിപ്രസീവായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് എഴുതിയിരുന്നത് കൊണ്ട് ഈ വരികളിൽ കൂടെ എൻ്റെ ജനനവും എൻ്റെ നാശവും തന്നെ എന്നുള്ള ആ ഒരു വികട കവി എന്നുള്ളൊരു ആർട്ടിസ്റ്റിക് ഈഗോയുടെ ഭയങ്കര ഒരു പെയിനാണ്. അപ്പോൾ ആ ഒരു കാരണം ഇറ്റ് ഹാഡ് ഡിസ്ട്രോയിഡ് മൈ അതർ സെൽഫ്, എൻ്റെ പേഴ്സണൽ, എൻ്റെ റിയൽ ലൈഫ്, എൻ്റെ വിഷ്ണു എന്നുള്ള സാധനത്തിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ചെയ്ത് സൃഷ്ടിച്ച് വികടകവി ഉണ്ടാക്കിയപ്പോൾ അത് ഒരു പരിധി വരെ അത് നാശം എനിക്ക് കൊണ്ടുവരുമോ എന്നുള്ള പേടിയും കൂടെ ആയിരിക്കണം. നിൻ്റെ നാശം, ബട്ട് ഇറ്റ്സ് വിത്ത് ദ റൈംസ് എന്ന് പറയുന്നത്. ആ ഒരു ലൈനിൽ മാത്രം ഞാൻ ചിലപ്പോൾ വികടകവി അല്ലാണ്ട് അവിടെ സംസാരിക്കുന്നുണ്ടാവും. ഈ പാട്ടിൽ പല സ്ഥലങ്ങളിൽ ഞാൻ വികടകവിയെ പറ്റിയിട്ട് ഞാൻ ആസ് എ പേഴ്സൺ സംസാരിക്കുന്ന പോലുള്ള പോയിന്റ് ഉണ്ട്. അതിലൊരു മെയിൻ ലൈനാണ് ഇത്. അതിൻ്റെ ബാക്കി റൈം സ്കീമിൻ്റെ കണ്ടിന്യൂവേഷനും ആ സ്റ്റോറി നറേറ്റീവിൻ്റെ ബാക്കിയുമായിട്ട് നിൻ്റെ നാശം ബട്ട് ഇറ്റ്സ് വിത്ത് ദ റൈംസ് എന്ന് പറഞ്ഞ ശേഷം ഫിക്ഷൻ അല്ല എന്നും കൂടെ പറയുന്നുണ്ട്. ഫിക്ഷൻ അല്ല, ലക്ഷ്യബോധം കുത്തി നിറച്ച് ഭൂരിപക്ഷം അഡ്രിനാലിൻ ഭരിച്ച് അക്ഷരത്താൽ മൈക്കിൽ വീണ്ടും ജനിച്ച് ഞാനെന്ന് പറഞ്ഞാണ് ആ വേഴ്സ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അവിടെ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വളരെ ഭദ്രമായിട്ട് ലോക്ക്ഡായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അക്ഷരത്താൽ മൈക്കിൽ വീണ്ടും ജനനമായിരുന്നു. അപ്പോൾ നേരത്തെ ആ സൃഷ്ടി, അതിൻ്റെ നാശത്തിൻ്റെ ആ ഒരു പോസിബിലിറ്റി, അല്ലെ അതിൻ്റെ ആ ഒരു സൈഡിൻ്റെ ഒരു ഫിയർ അവിടെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് പക്ഷേ എത്താനുള്ള ലക്ഷ്യബോധം മാത്രം തലയിലേക്ക് കുത്തി നിറച്ചു. ഇത്രയും പ്രശ്നങ്ങൾ തലയിൽ നിലനിൽക്കുമ്പോൾ പോകാനുള്ള ആ ഗ്രൈൻഡ് എന്നുള്ളതിൻ്റെയാണ്. ആ ലക്ഷ്യബോധം മാത്രം കുത്തി നിറച്ചു. പിന്നീട് ഭൂരിപക്ഷം അപ്പോൾ കിട്ടുന്ന അഡ്രിനാലിൻ ഭൂരിപക്ഷം എൻ്റെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അഡ്രിനാലിൻ മാത്രം ഞാൻ ഒരുമാതിരി ഹണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കര ഭ്രാന്തമായിട്ട് എഴുതിയിരുന്ന, വളരെ ഇൻസെയിനിറ്റി, ഓൾമോസ്റ്റ് ലെവൽ ഓഫ് ഇൻസെയിനിറ്റിയിൽ എത്തുന്ന രീതിയിൽ ഇതിൻ്റെ പുറകെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കലും എഴുത്തും മ്യൂസിക്കിൻ്റെയും പുറകെ ഞാൻ പോകുന്ന പോലെ ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്, എൻ്റെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതം ലൈൻസിൽ വെക്കുക എന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞ് ഈ വികട കവിയുടെ ജനനം അവിടെ അങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി എൻ്റെ ആൽബം കൂടെ ആയതുകൊണ്ട് അങ്ങനെ അഡ്രസ്സ് ചെയ്യണം തോന്നി. തിരിച്ചതിന് ശേഷം വരികൾ ഹുക്കിലോട്ട് തന്നെയാണ് പോണത്. പക്ഷെ അടുത്ത ഹുക്കിൽ ഈ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവരി വരിയിൽ വെച്ച എൻ്റെ ലൈഫ് എന്നും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈനിൽ ഞാൻ ബാറിൽ വെച്ച ഇതെന്നാ പറയുന്നത്, അതായത് അത് മ്യൂസിക്കൽ റാപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് തുടങ്ങുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ അത് വെറും വരികൾ, റാപ്പ് ആകുന്നതിന് ഒച്ച കിട്ടുന്നതിന് മുന്നേ അത് വരികൾ മാത്രമാണ്. ആ വരികൾ ലൈഫിൽ വെച്ചു എന്നുള്ള രീതിയിലും ഹുക്കിന് ചെറിയൊരു വാക്കിലുള്ള ചേഞ്ചസ് അവിടെ ഉണ്ട്. പിന്നെ സെക്കൻഡ് വേഴ്സ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസിച്ച് ചിന്തകളെ അന്തമായി, തൂലികയെ കമ്പയർ ചെയ്താൽ ഡു ഇറ്റ് വിത്ത് തീപന്തവുമായി, വേദനകൾ കടിച്ചു പിടിച്ച ദന്തവുമായി, മുൻപന്തി മൊത്തം വേണമെന്ന മന്ത്രവുമായി എന്നുള്ള ഒരു രീതിയിലാണ് ആ സെക്കൻഡ് വേഴ്സ് തുടങ്ങുന്നത്. അവിടെ എത്തുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഈ വരികളിൽ ജീവിതം വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതെങ്ങനെ ചെയ്തു, ദ നോ ഹൗ എങ്ങനെ ലഭിച്ചു, അല്ലെ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളിടത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ട് ചിന്തകളെ വിശ്വസിക്കണം. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വരിയിലോട്ട് എന്ന് എഴുതുമ്പോൾ മാത്രമാണല്ലോ അതിന് ലൈഫാവുന്നത്. ആ വരികൾക്ക് ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ചിന്തകളെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കണം, അന്ധമായിട്ട് വിശ്വസിക്കണം നമ്മുടെ ചിന്തകളെ. എല്ലാ ചിന്തകളെയും വിശ്വസിക്കുക എന്നുള്ളതല്ല, അതിനെ വേർതിരിവും വേണം അതിൽ. പക്ഷേ അതിനെ അന്ധമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തൂലിക എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ തൂലികയെ കമ്പയർ ചെയ്താൽ ഡു ഇറ്റ് വിത്ത് തീപന്തവുമായി എന്നാണ് പറയുന്നത്. അവിടെ റൈമിങ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെപ്പിറ്റേഷൻ ഓഫ് തൂലികയെ കമ്പയർ ചെയ്താൽ ഡു ഇറ്റ് വിത്ത് തീപന്തവുമായി, അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പയർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കും തീപന്തവുമായി എന്നുള്ളതുമായിട്ടൊരു റൈമിങ്, ഒരു ഫോണറ്റിക് ആയിട്ടും സൗണ്ട് വൈസ് അത് അവിടെ അങ്ങനെ കൊണ്ടുവരാൻ, ഡയറക്റ്റ് റൈം അല്ലെങ്കിലും അങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ആ വേഴ്സിൻ്റെ ആക്ച്വലി ഫ്ലോനെ നിലനിർത്തുന്നത് തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഞാനിതിൽ കൂടുതൽ
സ്റ്റോറി ടെല്ലിങ്ങും ലിറിക്കൽ കാര്യങ്ങളാണ്. ലിറിക്കലി സ്റ്റോറി പറയാന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്, മോർ ദാൻ ജസ്റ്റ് റൈമിങ് ഓർ റാപ്പിംഗ് ഫോർ റാപ്പിംഗ് സേക്ക് അല്ലാണ്ട്. എൻ്റെ തൂലികയെ കമ്പയർ ചെയ്താൽ അത് തീപ്പന്തവുമായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളത് അതിൻ്റെ എഴുത്തിൽ അല്ലെങ്കിൽ പേനയിലുള്ള ആ ഒരു ഫയറിനെ അല്ലെങ്കിൽ ആ വരികളിലുള്ള ഫയറിനെ നമ്മൾ മെറ്റഫറിക്കലി ചെയ്യുക. അത് കമ്പയർ ചെയ്യുവാണെങ്കിൽ തൂലികയും വേറൊരു തൂലികയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അത്രയും പവറുണ്ട് ആ തൂലികയ്ക്ക് എന്നാണ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ വേദനകൾ കടിച്ചു പിടിച്ച ദന്തവുമായി എന്ന് പറയുന്നുണ്ട്. അതായത് വേദനകൾ കടിച്ചു പിടിക്കുക എന്നുള്ളത് മലയാളത്തിലെ ഒരു ഭയങ്കര കൊളോക്കിയലായിട്ടുള്ള ഭയങ്കര നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണത്. വേദനകൾ കടിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പല്ലുകൊണ്ടാണ് കടിച്ചു പിടിക്കുന്നത്. അപ്പോൾ ആ പല്ലിൻ്റെ വേറൊരു വാക്ക് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് ദന്തം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കണം തോന്നി. ഓൾസോ നേരത്തെ പറഞ്ഞ തീപ്പന്തവുമായി കമ്പയർ, ആ ഒരു ചിന്ത, ആ ഒരു റൈം സ്കീമുമായിട്ട് അത് കണക്ട് ചെയ്യാനും പറ്റി. അറ്റ് ദ സെയിം ടൈം ആ വേദനകൾ കടിച്ചു പിടിക്കുക എന്നുള്ള മീനിങ്ങും എനിക്ക് അവിടെ പറയാൻ പറ്റി. അപ്പോൾ അങ്ങനൊരു മീനിങ്ങിലാണ് അത് കൊണ്ടുപോകുന്നത്. വേദനകൾ കടിച്ചു പിടിച്ച ദന്തവുമായി, വേദനകൾ ആയിട്ട് മുന്നോട്ട് പോകണമെന്നും എനിക്ക് വേദനകളുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നൊന്നും പറയണമെന്ന് എനിക്കുണ്ടായില്ല. വേദനകൾ കടിച്ചു പിടിച്ചാണ് ഞാൻ വരുന്നതെന്നും പറയണമെന്നുണ്ടായില്ല. പക്ഷെ വേദനകൾ കടിച്ചു പിടിച്ച ദന്തമുണ്ട്. അപ്പോൾ ആ ദന്തത്തിൻ്റെ പല്ലിൻ്റെ സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓൾസോ അതിലുള്ള വിശ്വാസം, അല്ലെ ആ തൂലികയിലുള്ള വിശ്വാസത്തിനെയാണ് അതും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അടുത്ത വരിയും അങ്ങനെ തന്നെയാണ്. മുൻപന്തി, പിന്നെയും ആ റൈം സ്കീം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മുൻപന്തി മൊത്തമായി വേണമെന്ന മന്ത്രവുമായി, അതായത് എനിക്ക് ഒറ്റയ്ക്കൊരാളായിട്ട് വന്നാൽ പോരാ, ഫ്രണ്ട് ലൈൻ മുൻപന്തി മൊത്തവും ടേക്ക് ഓവർ എന്നുള്ള അതിൻ്റെ ആ ഒരു ഭയങ്കര തീരാത്തൊരു റേജാണ് ബ്രോ, തീരാത്തൊരു പാഷൻ, തീരാത്തൊരു എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു എലമെൻറ്റിനെയാണ് ഉപയോഗിക്കുന്നത് അവിടെ. ഡ്രീംസ്, കോൺക്വർ യുവർ ഡ്രീംസ് എന്നുള്ള കാര്യമാണ്. അല്ലാണ്ട് മുൻപന്തിയിലുള്ള ആരെയും പുറത്താക്കിയിട്ട് നമുക്ക് ഇതാക്കണം എന്നുള്ള ലെവലിലൊന്നും അല്ല ഞാനിത് എഴുതുമ്പോൾ വളരെ വളരെ എൻ്റെ അഗ്രഷനാണ് അവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. അടുത്ത വരികൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകും വഴിക്ക് കാണും വള്ളികൾ, കാലിൽ കുടുക്കി തേടിയതാക്കി, പേടിക്കൊണ്ട് പിന്മാറി നിന്നാൽ അമളികൾ. അങ്ങനെയാണ് പോകുന്നത് ആ വരികളിൽ. ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു വികട സൈഡ് ഓഫ് എൻ്റെ റൈറ്റിംഗ് അവിടെ ഭയങ്കര ഭയങ്കര വ്യക്തമാണ്. കാരണം നേരെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു വളഞ്ഞ് പക്ഷേ എന്നാൽ അതിൻ്റെ മീനിങ് വേറെ ആക്കി പറയുന്നത് അവിടെ ഭയങ്കര റിഫ്ലക്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ സ്റ്റൈൽ തന്നെ അവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര തോന്നുന്ന ഒരു വരികളാണിത്. പോകും വഴിക്ക് കാണും വള്ളികൾ. ഏത് വഴിക്ക് പോയാലും നമുക്ക് വള്ളികൾ വരും. ഇറ്റ്സ് കോമൺ നോളജ്. അതായത് എന്ത് കാര്യം ചെയ്യാനെങ്കിലും വള്ളികൾ വരും. ആ വള്ളികൾക്ക് മലയാളത്തിൽ വേറൊരു യൂസേജും കൂടെ ഉണ്ട്. അതായത് കാലിൽ കുടുങ്ങുന്ന വള്ളി എന്നുള്ളൊരു സംഭവം നമ്മൾ പറയാറുണ്ട് പണ്ട് തൊട്ടേ. എന്താണെന്ന് വെച്ചാൽ തേടിയ വള്ളി കാലിൽ കാലിൽ ചുറ്റി എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ട് ഞാൻ അവിടെ ട്വിസ്റ്റിങ് ചെയ്തേക്കാണ്. പോകുന്ന വഴിക്ക് കാണുന്ന വള്ളികൾ കാലിൽ കുടുക്കി തേടിയതാക്കി. അതായത് പോകുന്ന വഴിക്ക് വന്ന വള്ളിയാണ്, അത് കാലിൽ നമ്മളായിട്ട് തന്നെ പോയി കുടുക്കി, പക്ഷെ എന്നിട്ടത് തേടിയതാക്കി. അപ്പോൾ തേടിപ്പോയതൊന്നും കിട്ടിയില്ല. വന്ന വള്ളികൾ, വന്ന പ്രശ്നങ്ങളെ, വന്ന പ്രോബ്ലങ്ങളെ നമ്മൾ തിരിച്ചാക്കിയിട്ട് അത് നമ്മൾ തേടിയതാക്കി മാറ്റി എന്നുള്ളതാണ് അവിടുത്തെ എൻ്റെ റൈറ്റിങ്ങിൽ ഞാൻ ട്വിസ്റ്റ് ചെയ്തേക്കുന്ന പരിപാടി. കാരണം ആ കാലിൽ കുടുങ്ങിയ വള്ളികൾ തേടിയതാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് ആ യൂസേജിൻ്റെ ആ മലയാളത്തിലുള്ള ഉപയോഗത്തിൻ്റെ വേറെ എൻ്റെ രീതിയിൽ അത് ഞാൻ ഒരു ശൈലിയിൽ ഉപയോഗിക്കാനാണ് അവിടെ ശ്രമിച്ചേക്കുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് മീനിങ്ങിലാണെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ തേടിപ്പോകാണ്ട് വന്ന പ്രശ്നങ്ങളെ കൺവേർട്ട് ചെയ്ത് അത് തേടിയതാക്കി. പക്ഷെ അതേ സമയത്ത് നീ പേടി കൊണ്ട് പിന്മാറി നിന്നാൽ അമളികൾ, അത് ഭയങ്കര മണ്ടത്തരമാണ്, ഭയങ്കര മിസ്റ്റേക്കാണ്. ജസ്റ്റ് നമ്മുടെ പേടി കൊണ്ട് നമ്മൾ വള്ളികൾ വരുന്നുള്ള പേടി കൊണ്ട് പിന്മാറി നിന്നാൽ അത് ഭയങ്കര അമളികളാണ്. അതിലും ഭേദം വരുന്ന വള്ളികളെ കൺവേർട്ട് ചെയ്ത് നമ്മൾ തേടുന്നത് എന്താണോ അതാക്കി മാറ്റുക എന്നുള്ളതാണ്. അടുത്ത വരി എന്ന് പറയുന്നത്, നിന്നെ തന്നെ മറന്ന് എന്ത് ചെയ്താലും ഒരേ ഫലം, ഭാവി മാറ്റി മറിക്കാനായി മോഹം, പാത പണിഞ്ഞ് തന്നെ കയറും മാമലകൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് നേരത്തെ പറഞ്ഞു വന്ന ആ ഒരു സഞ്ചാരം, പോകുന്ന വഴി, നമ്മുടെ പാത, അതുമായിട്ടുള്ള ആ ഒരു അസോസിയേഷനും ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ നമ്മൾ ഫേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളുടെ ഒരു ഭയങ്കര ഡയറക്റ്റായിട്ടുള്ളൊരു റിഫ്ലക്ഷനും ആ വരികളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ആരാണേലും, ഞാനെന്നല്ല, നിങ്ങൾ കലാകാരനല്ല, ഏതൊരു മനുഷ്യനാണെങ്കിലും അവനവനെ മറന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫലമേ ഉണ്ടാവുള്ളൂ.
അതെന്ത് ഫലമാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് അറിയാം ആ ഫലം. അതായത് നെവർ ഫൊഗെറ്റ് ഹൂ യു ആർ, നെവർ ഫൊഗെറ്റ് യുവർ സെൽഫ് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പാഠമാണ്. അത് വളരെ ചെറിയ പ്രായത്തിലെ ഞാൻ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യത്തിലും നമ്മൾ പോയി അതിൻ്റെ അകത്തിറങ്ങുമ്പം നിന്നെ തന്നെ മറക്കരുത്. നെവർ ഫൊഗെറ്റ് യുവർ സെൽഫ് പ്രിസർവേഷൻ അല്ലെങ്കിൽ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നുള്ളൊരു സംഭവം ഡയറക്റ്റ്ലി അല്ലെങ്കിലും നിന്നെ തന്നെ മറന്ന് ഒന്ന് ചെയ്താലും ഒരേ ഫലം. അപ്പം ഞാൻ ലൈഫിൽ കുറേ കാര്യങ്ങൾ എന്നെ തന്നെ മറന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഒറ്റ ഫലമേ കിട്ടിയിട്ടുള്ളൂ. അതെന്താണ്, നിങ്ങളുടെ ഫലം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കേൾക്കുന്നവർക്ക് ലീവ് ചെയ്യാണ് അവിടെ. അടുത്ത വരി പോകുന്നത്, ഭാവി മാറ്റിമറിക്കാനായി മോഹം പാത പണിഞ്ഞ് തന്നെ കയറും മാമലകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവി മാറ്റിമറിക്കാൻ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ പ്രസൻറ്റ്, നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇനി വരാൻ പോണ കാലം ഭാവി മാറ്റിമറിക്കാനുള്ളൊരു മോഹമായിട്ടാണ് എല്ലാത്തിൻ്റെയും പുറകെ ഈ പറഞ്ഞ ലൈഫ് ഓൺ ദ ലൈൻ ആണെങ്കിലും ഒരു പേന പിടിച്ച് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ഭാവി മാറ്റിമറിക്കാനുള്ള മോഹം ഉള്ളത് കൊണ്ട് പക്ഷെ നമുക്ക് വേറെ വഴി വെട്ടിത്തരാനും ആരുമില്ല. നമുക്ക് പോകാൻ വേറെ വഴികളോ വേറെ കയറാൻ മലകളോ ഒന്നും മുമ്പിലില്ല. അപ്പോൾ നമ്മൾ തന്നെ പാത പണിഞ്ഞ്, നമ്മൾ തന്നെ വഴി വെട്ടി, നമ്മൾ തന്നെ പാത പണിഞ്ഞ് കയറും മാമലകൾ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ. അതാണ് ആ ലിറിക്സ്, അതിൻ്റെ അത്രേ പറയാനുള്ളൂ മലയാളത്തിൽ. അത് തന്നെയാണ് നമ്മുടെ വി മേക്ക് അവർ ഓൺ വേ എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്ത വരികൾ പോകുന്നത് ഇങ്ങനെയാണ്. ആർക്കും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ട് ഇന്ന് വരെ ദ്രോഹം, തൊട്ടു നോക്ക് രോമം പൊട്ടി വരും മൂക്കിൽ കയറി ഒളിഞ്ഞിരിക്കും കോപം. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ വികട കവി എന്നുള്ള ഞാൻ എൻ്റെ ഭാഷയായ എൻ്റെ മാതൃഭാഷയിലെ ഉപയോഗങ്ങളെ എൻ്റെ രീതിയിൽ വളച്ചൊടിക്കുക എന്നുള്ളത്, അത് തുടക്കം തൊട്ടേ ഞാൻ ഈ ആർട്ടിസ്റ്റായി എൻ്റെ ഈ സ്റ്റൈലിൽ തുടക്കം തൊട്ടേ ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതുകൊണ്ട് നിങ്ങൾ എന്നെപ്പറ്റി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഞാൻ ഭാഷയെ എല്ലാവർക്കും സൗകര്യമുള്ള പോലെ എല്ലാവരും സംസാരിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരാളല്ല. ഞാൻ ആ ഭാഷയിലെ യൂസേജസിനെ എൻ്റെ രീതിയിലാക്കി ആ ഒരു വികട കവി എന്നുള്ള എൻ്റെ ഒരു എനിക്ക് നാച്ചുറലി എൻ്റെ പോയട്രി, എൻ്റെ ആ ഒരു കവിതകൾ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന വരികൾ എനിക്ക് വരുന്നൊരു രീതിയുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ഈ പാട്ടിൻ്റെ സെക്കൻഡ് വേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു മര്യാദക്കുള്ള രൂപവുമാണ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ആൽബത്തിലെ പാട്ടായതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ അകത്ത് പോകണം. ഇനി മീനിങ് വൈസ് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വരികൾ കേൾക്കുമ്പോൾ തന്നെ മലയാളത്തിൽ അറിയാം. ആർക്കും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ട് ഇന്നേ വരെ ദ്രോഹം. ഞാൻ ആരെയും ഒരു വിധത്തിലും, എനിക്ക് വേറൊരാളുടെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരാളെ ഹൈറ്റ്സിലോട്ട് എത്തിക്കുക, അല്ലെ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഉപകാരങ്ങൾ ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. സെലക്റ്റീവായിട്ട്, കാരണം എപ്പോഴും എല്ലാ രീതിയിലും നമുക്ക് ഉപകാരങ്ങൾ ചെയ്യൽ പോസിബിൾ അല്ല. പക്ഷെ ഇന്നേ വരെ ഞാൻ അനാവശ്യമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം ഒരു ദ്രോഹം ചെയ്യുക എന്നുള്ളതാണ്. അത് അന്ന് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് അനാവശ്യമായിട്ട് എന്നുള്ള സാധനം ഞാൻ അവിടെ വെച്ചത് അത് ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു കെയർഫുൾനെസ് കൂടെയാണ്. കാരണം നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരോട് എപ്പോഴും നമുക്ക് ഉപകാരം ചെയ്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് ദ്രോഹിച്ചില്ലെങ്കിലും ആവശ്യം വന്ന് നമ്മളെ എന്താണ് പറയുക, അവരെ നമ്മളെ ഉപദ്രവിക്കുക, നമ്മളെ ദ്രോഹം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്, ഇനിയും കീപ്പ് ചെയ്യും. പിന്നെ ബാക്കി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ രോമം തൊട്ട് നോക്ക്, രോമത്തിൽ തൊടാൻ പറ്റൂല, തൊട്ട് നോക്ക് എൻ്റെ രോമം എന്നുള്ള സാധനം അത് വളരെ നാച്ചുറൽ. അതായത് തൊടാൻ പറ്റൂല എന്നുള്ളത് എൻ്റെ വരികളെ, രോമം എന്നുള്ള ലിറ്ററലി മീ ആൻഡ് ഓൾസോ ദ സൃഷ്ടി, നേരത്തെ പറഞ്ഞ വികട കവി എന്നുള്ള സൃഷ്ടി, ആ ഉണ്ടാക്കി വെക്കുന്ന ക്രിയേഷൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല എന്നുള്ള കുറച്ചും കൂടെ ഞാൻ ഒരു സുപ്പീരിയർ ലെവലിലുള്ള ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഇമാജിനേഷൻ ഉണ്ടാകേണ്ട ആ വികട കവി എന്നുള്ള ഒരു എലമെൻറ്റിനും ഈ പാട്ടിലാണെങ്കിലും ജനറലി എൻ്റെ ആ ഒരു ആൽബത്തിലും എൻ്റെ കാറ്റലോഗിലും മൊത്തത്തിലാണെങ്കിലും ആ ഒരു ലാർജർ ദാൻ മീ, ലാർജർ ദാൻ എവ്രിത്തിങ് എന്നുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആൻഡ് അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ഹയറായിട്ട് ഭയങ്കര ഓവറായിട്ട് എന്തെങ്കിലും പറയുന്നു എന്ന് ഒരു പാസീവായിട്ട് കേൾക്കുന്ന ആൾക്ക് തോന്നുവാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അതാണ് എൻ്റെ സ്റ്റൈൽ. അത് ഏറ്റവും ഭംഗിയായിട്ടും അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടും അതിൻ്റെ അകത്ത് എൻ്റെ സ്കിൽസ് അതിൻ്റെ അകത്ത് കൊണ്ടുവരാനുമാണ് ഞാൻ കൂടുതൽ ശ്രമിക്കാറ്. ഈ വാക്കുകളിലും തൊട്ട് നോക്ക് രോമം എന്ന് പറയുന്നിടത്തും മൈ ലൈഫിലേക്കാട്ടും എൻ്റെ ഈ പാട്ട്, എൻ്റെ കരിയർ, എൻ്റെ ആർട്ടിസ്റ്റ് ലൈഫിലുള്ള സ്കില്ലിനെയാണ് ഞാൻ അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതും മലയാളം യൂസേജിൻ്റെ വേറൊരു രീതിയാണ്.
മൂക്കിൻ്റെ തുമ്പത്താണ് കോപം, മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം ഇരിക്കുന്നത് എന്നുള്ള സാധനം പറയുമ്പോൾ രോമം തൊട്ട് നോക്കുമെന്ന് പറഞ്ഞതിൻ്റെ കഴിയുമ്പോൾ പൊട്ടി വരും മൂക്കിൽ ഒളിഞ്ഞിരിക്കും കോപം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം. ഐ ഹാഡ് ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ബിഫോർ ഐ കാം ഡൗൺ വിത്ത് ദ മ്യൂസിക്കിൻ്റെ ഹെൽപ്പ് അവിടെയൊക്കെയാണ്. ഇറ്റ് ഹെൽപ്പ് മീ കാം ഡൗൺ അ ലോട്ട്. അപ്പോൾ ഉള്ളിലുള്ള ആങ്കറും റേജും ഒക്കെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഈ രോമത്തിൽ നമ്മളെ ഇങ്ങോട്ട് നമുക്ക് ദ്രോഹിക്കാൻ വന്ന നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരെയും ദ്രോഹിക്കുന്നില്ല. പക്ഷേ ഇഫ് യു ടെസ്റ്റ് മൈ പേഷ്യൻസ്, അകത്ത് കയറി ഒളിഞ്ഞിരിക്കുന്ന ആ കോപം പൊട്ടി പുറത്തോട്ട് വന്നേക്കാം എന്നുള്ളൊരു വാണിങ്ങും കൂടിയാണ് അത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അന്ന് ആ കാലഘട്ടത്തിൽ അത്രയും ഫീൽ ചെയ്തിരുന്നു ഞാൻ. അത്രയും ഉള്ളിൽ എനിക്ക് അത്രയും കോപം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടില്ലെന്നല്ല പറയുന്നത്. ബട്ട് നൗ ഐ ഹാവ് കുറച്ചും കൂടെ ഹെൽത്തി വേസ് ടു എക്സ്പ്രസ് ഇറ്റ് ടു ദിസ് മ്യൂസിക് ആൻഡ് ത്രൂ ദിസ് മ്യൂസിക് ആൻഡ് അതർ വേസ് ടു ഹാൻഡിൽ മൈ ഇമോഷൻസ്. പക്ഷേ ഈ പാർട്ട് ഈസ് ലിറ്ററലി എ റിഫ്ലക്ഷൻ ഓഫ് മൈ ഇമോഷണൽ സെൽഫ് ബാക്ക് ദെൻ. അടുത്ത വരികൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് എൻ്റെ ശോകം സ്വയം ഭോഗം ചെയ്ത് കളയും ഗാനം, ലോകം തന്ന പാഠം മനപ്പാടമാക്കി പാടും ഗാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ തൊട്ട് മുമ്പത്തെ വരികളിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ മ്യൂസിക് അല്ലെങ്കിൽ ഈ ഹോൾ സോങ്ങിൻ്റെ ഇമോഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാക്കിയും കൂടെയാണ്. ഈ ഗാനം എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷനും കൂടിയാണ്. അപ്പോൾ ഇത്രയും വിഷമങ്ങൾ ഇതിൽ പറയുന്നു. ബട്ട് ദാറ്റ് ആ പെയിൻ, ആ റേജ്, ജസ്റ്റ് ആ ശോകം സ്വയം ഭോഗം ചെയ്ത് കളയും ഗാനം എന്നുള്ളതാണ്. അത് ഭയങ്കര എന്താണ് പറയുക, എൻ്റെ ദേഷ്യം തന്നെയാണ് അവിടെ ദേഷ്യവും വിഷമവും ഇമോഷൻസ് തന്നെയാണ് അവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് തന്നെ പറയണത്. ശോകം ചുമ്മാ ശോകം ചുമ്മാ പറഞ്ഞ് കളയുന്ന ഒരു ഗാനമല്ല. അതിൽ നിന്ന് ആ ലോകം തന്ന പാഠങ്ങൾ മനസ്സ് മനഃപ്പാടമാക്കി അതിന് ശേഷം പാടുന്ന ഗാനമാണെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മ്യൂസിക്കിൽ ആ വിഷമോ അല്ലെ ഇമോഷൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഇമോഷൻ കളയാൻ വേണ്ടി മാത്രമല്ല, അത് പഠിച്ച പാഠങ്ങളും നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു മനസ്സിലുള്ള റിഫ്ലക്ഷനും കൂടിയാണ് ഈ ഗാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ പോലെ ഈ ഗാനം അതുകൊണ്ടാണ് ഈ പാട്ട് എനിക്ക് അത്രയും ക്ലോസ് ടു മൈ ഹാർട്ട് ആവുന്നതും അത്രയും പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ആവുന്നതും. അടുത്ത വരി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബി ഇറ്റ് റാപ്പ് ഓർ വാട്ട് എവർ ദാറ്റ് ഗീവ്സ് യു ഹോപ്പ്, ഡു ഇറ്റ് ടിൽ യു ഡ്രോപ്പ് ഡെഡ് എന്നുള്ളതാണ്. അവിടെ റാപ്പല്ല, അത് അപ്പോഴേക്കും മ്യൂസിക്കിൻ്റെ റാപ്പിൻ്റെ അപ്പുറത്തോട്ട് പോയി. കുറച്ചും കൂടെ യൂണിവേഴ്സലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റാപ്പല്ല, എന്താണ് നീ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വാട്ട് എവർ യു ഡൂയിങ്, അതിനകത്തുള്ള ഹോപ്പ് അല്ലെ അതിനകത്തുള്ള പ്രതീക്ഷ കൈവിടാണ്ട് നീ മരിച്ചു വീഴുന്നവരല്ലെങ്കിൽ അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കും മരണം വരെ പൊരുതുന്ന ഒരുത്തിന് എന്താണ് ഡിഫീറ്റ് ഇല്ല അവിടെ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ലോകം തന്ന പാഠം മനഃപ്പാടമാക്കി പാടുന്ന ഗാനം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും റാപ്പല്ല, എന്താണെങ്കിലും അത് നീ മരിച്ചു വീഴുന്നത് വരെ ചെയ്യുക, അതായത് മരിക്കുന്നവരെ പണിയെടുക്കും എന്നുള്ള ഒരു സംഭവമാണ്. ആ ഒരു നെവർ ഗീവ് അപ്പിൻ്റെ ഒരു വളരെ വികടകവി വേർഷൻ ഓഫ് സേയിങ് ഇറ്റാണ് ആ വരികളെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വരികൾ പോണത്, നെവർ സ്റ്റോപ്പ് ഗോയിങ് ഫോർവേഡ്, ഐ റോഡ് ഓരോ വേർഡ്, ചാകും വരെ ഫ്ലോ, ചോര പോലെ റൈംസ്, വിത്ത് പോര എന്ന മൈൻഡ്, ഘോര മഴ പെയ്ത നൈറ്റ്സ്, എൻ്റെ സ്ട്രീറ്റിൽ ഒരു റൂമിൽ മാത്രമാണ് യാത്ത ലൈറ്റ്സ്, പ്യുവർ പാഷൻ ഇൻ മൈ ഐസ്, ദിസ് മൈ ലൈഫ് ഓൺ ദീസ് ലൈൻസ്. അങ്ങനെയാണ് ആ വേഴ്സ് പോണത്. അപ്പോൾ ആ വേഴ്സിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡു ഇറ്റ് ടിൽ യു ഡ്രോപ്പ് ഡെഡ്, നെവർ സ്റ്റോപ്പ് ഗോയിങ് ഫോർവേഡ്, അത് ആക്ച്വലി ഒരുമിച്ച് വരുന്നതാണ്. ആസ് ഇൻ രണ്ടിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷേ മരിക്കുന്നവരെ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളതിലും കൂടെ ഒരു എന്താണ് പറയുക, അക്നോളജ്മെൻറ്റ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡെത്ത് ഓർ അതുവരെ ചെയ്യുക എന്നുള്ളതല്ല, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിലുള്ളൊരു കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ ഐ റോട്ട് ഓരോ വേർഡ്, അതായത് ആ ഫോർവേഡ് മുമ്പിലോട്ട് പോകുന്ന പോക്കിൽ ഐ റോട്ട് ഓരോ വേർഡ്, ചോര പോലെ റൈംസ്, വിത്ത് ചാകും വരെ ഫ്ലോ, വിത്ത് ചോര പോലെ റൈംസ് ആണ്. അതായത് ആ എഴുതുന്ന ഓരോ വരിക്കും നേരത്തെ പറഞ്ഞ ഡ്രോപ്പ് ഡെഡ് ടിൽ യു ഡ്രോപ്പ് ഡെഡ് എന്നുള്ളതിൻ്റെ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാകും വരെ ഫ്ലോ എന്നുള്ളതാണ്. അത് രണ്ടും ഒരേ വാക്കാണ്, ഒരേ മീനിങ് ആണ്. ഒന്ന് ഇംഗ്ലീഷിലോ ഒന്ന് മലയാളത്തിലോ ആണെന്നേ ഉള്ളൂ. പക്ഷേ ദ വേർഡ് പ്ലേ ദാറ്റ് ഐ ലവ് ദെയർ ഈസ് ആക്ച്വലി ചാകും വരെ ഫ്ലോ, ചോര പോലെ റൈംസ്, ഇറ്റ് സെൽഫ് ഈസ് എ ബാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചാകുന്നവരെ ഫ്ലോ, അപ്പോൾ മരിക്കുന്നവരെ ഒരാളുടെ ബോഡിയിൽ ബ്ലഡ് ചോര ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ ചോരയെ റൈംസുമായിട്ടൊരു കമ്പാരിസൺ കൊണ്ടുവരുമ്പോൾ ആ ചാകും വരെ ഫ്ലോ എന്ന് പറയുന്ന ആ ഫ്ലോയെ
റൈംസ് ഇറ്റ്സ് ലൈക്ക് ദ കോർ എലമെന്റ് ഓഫ് റാപ്പ് ഓർ ഹിപ്പ് ഹോപ്പ് വാട്ട് എവർ വി ആർ ഡൂയിങ്. അപ്പോൾ ചാകും വരെ ഫ്ലോ, ചോര പോലെ റൈംസ് അത്രയും ഇൻഹറൻ്റ് ആണ് റൈംസ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ റൈംസ് ആ ഫ്ലോ എന്നുള്ള കാര്യം അത്രയും എന്താണ് പറയുക, കോറാണ്, അത്രയും ഫണ്ടമെൻ്റൽ ആണ് എന്നുള്ളതാണ്. ചോര, ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ചോര ഓടുക എന്നുള്ളതാണ് അയാളുടെ ഫണ്ടമെൻ്റലി അയാൾ ജീവിക്കാൻ വേണ്ട കാര്യം എന്നുള്ളത്. അപ്പോഴത്തേക്കും ചോര പോലെ റൈംസ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നിർത്താത്ത ഫ്ലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നുള്ളൊരു കാര്യമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പക്ഷെ എന്നാലും ഐ ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ് മൈസെൽഫ്. ഞാൻ എന്ത് എഴുതിയാലും എനിക്ക് പോരാ എന്നുള്ള തോന്നൽ നെഗറ്റീവായിട്ട് എടുക്കാണ്ട് അത് കുറച്ചും കൂടെ എന്താണ് പറയുക, എൻ്റെ ക്രാഫ്റ്റിനെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ആദ്യം തൊട്ടേ തോന്നുന്നത്. അതുകൊണ്ടാണ് അവിടെ ചോര പോലെ റൈംസ് ആണെങ്കിലും സ്റ്റിൽ വിത്ത് പോരാ എന്ന മൈൻഡാണ്. എന്ത് കിട്ടിയാലും പോരാ എന്ന മൈൻഡിൻ്റെ അപ്പുറത്തേക്ക് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഗ്രീഡല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത് കിട്ടിയാലും പോരാ, പിന്നെ അതല്ല ഉദ്ദേശിക്കുന്നത്. അതുദ്ദേശിക്കുന്നത് ഇത്രയും പോരാ, ഇനിയും ചെയ്യണം, അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിനെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. ആ ഒരു തീരാത്ത ദാറ്റ് ഡ്രൈവ് ടു ഇംപ്രൂവ് യുവർ സെൽഫ് ടു ഗ്രോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ സ്റ്റോറിയിലോട്ട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറിയിലോട്ട് തിരിച്ചു വരുന്നതാണ്. ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഘോര മഴ പെയ്ത നൈറ്റ്സ്, ലൈക്ക് രാത്രി തീരാത്ത മഴ പെയ്യുമ്പോഴും എൻ്റെ റൂമിൽ എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ സ്ട്രീറ്റ്, ഞാൻ വളരെ നോർമലായിട്ടുള്ള ആലപ്പുഴയിലെ വളരെ നോർമലായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ നോർമൽ ആൾക്കാർ താമസിക്കുന്ന, ജോലിക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ അത്രയും രാത്രി അത്രയും ഉറങ്ങാണ്ടിരുന്ന് ഇത്രയും മഴ പെയ്യുന്ന ഒരു സമയത്ത് ആകെ ഒറ്റ റൂമിൽ ലൈറ്റ് കത്തുള്ളൂ, അതെൻ്റെ ബെഡ്റൂമിലാണ്. കാരണം ഐ എം സ്റ്റിൽ അവേക്ക്, ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്, ഐ എം സ്റ്റിൽ റൈറ്റിംഗ്. അപ്പോൾ എന്ത് മഴ പെയ്താലും എന്ത് പുറത്ത് എന്ത് നടന്നാലും അല്ലെ, പുറത്ത് എന്ത് ഭയങ്കര ഡിസാസ്റ്ററോ മഴയെന്ന് പറയുമ്പോഴത്തേക്കും അത് കെയോസ് ആണല്ലോ, നിർത്താണ്ട് ഘോര മഴ എന്നുള്ള. പുറത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഐ എം ലോക്ക്ഡ് ഇൻ. ആ അണയാത്ത ലൈറ്റ്സ് അവിടെ ഉണ്ട്. എൻ്റെ റൂമിൽ മാത്രമാണ് അണയാത്ത ലൈറ്റ്സ് എന്നുള്ളത്. ഇറ്റ് ഷോസ് വേർ ഐ കെയിം ഫ്രം. ആൻഡ് ഞാൻ ഉറക്കമില്ലാണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള രാവും പകലും എന്ന് പറയുന്നത് പോലെ കൂടുതൽ അതിൽ രാവുകളാണ്. കാരണം ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്, ഞാൻ രാത്രിയാണ് കൂടുതൽ എഴുതാറ് പണ്ട് തൊട്ടേ. അപ്പോൾ ഈ വരികൾ, ഈ പാട്ട് ഓഫ് കോഴ്സ് ഞാൻ ഏതോ ഒരു ലേറ്റ് നൈറ്റ്, ഏതോ ഒരു നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പാതിരാത്രി വെളുപ്പിനെ ആവുന്ന സമയത്താണ് എഴുതിക്കൊണ്ടിരുന്നത്. ലിറ്ററലി ഈ പാട്ട് തീരാറായപ്പോഴത്തേക്കും എനിക്ക് അടുത്ത പറയേണ്ട 2 വരികൾ എഴുതേണ്ട ആലോചിച്ചിരുന്നു. അപ്പോൾ പുറത്ത് ഘോര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മൈ ലാസ്റ്റ് ലൈൻ എൻഡഡ് വിത്ത് ചോര പോലെ. അപ്പോൾ അതിൽ ആ റൈം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ആ ചോരയായിട്ട് അധികം, മലയാളത്തിലെ ചില വാക്കുകൾക്ക് റൈമുകൾ ഉണ്ടാവും, പക്ഷെ എന്താണ് പറയുക, അത്ര ഈസി അല്ല ചില വാക്കുകളുടെ സ്ട്രെയിറ്റ് റൈം. ഇപ്പോൾ ചോര ജസ്റ്റ് 2 അക്ഷരമേ ഉള്ളൂ, ആലോചിക്കുമ്പം ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ആ ഘോര എന്നുള്ള എക്സ്പ്രഷന് ആ മഴയ്ക്ക് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൊടുക്കുന്ന, ആ കെയോസിന് ഇൻറ്റൻസിറ്റി കൊടുക്കുന്ന അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അത് കേൾക്കാനും, അത് പറയുമ്പോൾ അത് ആ ഫ്ലോയിൽ അത് കേൾക്കാനും നല്ല രസമുണ്ടായി. പിന്നെ സത്യവുമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അണയാത്ത ലൈറ്റ് കിടക്കുന്നു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീരാത്ത ആ ഒരു പരിശ്രമത്തിനെയും തീരാതെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ഫോർവേഡ് മൂവ്മെന്റ് എന്നുള്ള സാധനത്തിനെയും അറ്റ് ദ സെയിം ടൈം അണയാത്ത ലൈറ്റ്സ് ക്യാൻ മീൻ ഉള്ളിലുള്ള ആ ഒരു ലാസ്റ്റ് ടിൻഡ് ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ ചെറിയൊരു പ്രതീക്ഷ ബാക്കിയിരിക്കുന്ന ഇത്ര കാര്യങ്ങൾ നടന്നാലും എൻ്റെ റൂമിൽ അണയാത്ത ലൈറ്റ്സിൻ്റെ താഴെ ഇരുന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇമേജറി, ആ ഒരു റൂമിലെ ഇമേജറി കൊടുക്കണം എന്നുണ്ടായി. അതിൻ്റെ അതുകൊണ്ട് തന്നെ ട്രാക്ക് എൻഡ് ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒറ്റ കാര്യം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ, അത് മാത്രമേ എൻ്റെ കണ്ണിലുള്ളൂ. ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് പാഷൻ, പ്യുവർ പാഷൻ ഇൻ മൈ ഐസ്, ദിസ് മൈ ലൈഫ് ഓൺ ദീസ് ലൈൻസ് എന്നാണ് അവസാനം പറയുന്നത്. ഇത്ര നേരം പറഞ്ഞ് ഈ പാട്ടിൽ പറഞ്ഞതിലെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളും, ജീവിതം തന്നെയാണ് എല്ലാ ലൈൻസിലും, എല്ലാ പാട്ടുകളിലെ ലൈൻസിലും വെക്കാൻ നോക്കുന്നത്. അപ്പോൾ ഐ ഡിഡിൻ ഫൈൻഡ് എനി അതർ വേർഡ് അതർ ദാൻ ടു എൻഡ് ഇറ്റ്. കാരണം ഹുക്ക് പാടി നിർത്തുന്നതിനെക്കാട്ടും ആ വേഴ്സിൻ്റെ അവസാനം ജീവിതമാണ് ഈ ലൈൻസിൽ വെക്കുന്നത് എന്ന് പറഞ്ഞ് തന്നെ കൺക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. ആൻഡ് മ്യൂസിക്കലി അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് നേരം മുമ്പേ ഞാൻ ചാകും വരെ ഫ്ലോ ഒക്കെ എത്തുമ്പോൾ തന്നെ ഡ്രംസും കട്ടാവും, മെലഡി മാത്രമാവും, ഇമോഷൻ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആ വരികൾ ഞാൻ വളരെ സിംഗിൾ ലെയർ വോക്കലേ അവിടെ ഉള്ളൂ. അവിടെ ഒരുപാട് ലെയറോ ഒരുപാട് വോക്കലി ഭയങ്കര പരിപാടികളൊന്നുമില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അത് പറഞ്ഞ പോലെ തന്നെ കീപ്പ് ചെയ്യാണ് ചെയ്തത്. അത് റെക്കോർഡ് ചെയ്ത സമയത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പോയിന്റിലോട്ട് പോലുണ്ടായി ഈ പാട്ട് റെക്കോർഡിങ് തുടങ്ങിയപ്പോൾ. പക്ഷെ ഞാനത് കുറേയൊക്കെ പിടിച്ചു വെക്കാൻ നോക്കി ഞാൻ വേറെ രീതിയിൽ പാടിയപ്പോൾ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഇമോഷൻ കിട്ടാണ്ടായി തുടങ്ങി.
അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന എൻജിനീയറും ബാക്കി അവിടെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സുമാണ് പറഞ്ഞത്. അവർ മാറി തരാമെന്ന് വേണേൽ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. അവരുടെ അടുത്ത് യു ക്യാൻ ലൈക്ക് ഇമോഷണലി ആയി നിനക്ക് തോന്നുന്നത് പോലെ ചെയ്ത് സമയം എടുത്ത് നീ ചെയ്താൽ മതി എന്നുള്ള ഫ്രീഡവും പുള്ളി തന്നു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആ സ്റ്റുഡിയോയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ടാണ് ഈ ആൽബം തന്നെ ഉണ്ടാക്കാൻ പറ്റിയത്. ആ സ്റ്റുഡിയോയിൽ തന്നെ താമസിച്ച് ബൂത്തിൽ പല ദിവസങ്ങളും ഞാൻ ആ ബൂത്തിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഐ വുഡ് ബി റൈറ്റിംഗ് ദെയർ ആൻഡ് അവിടെ തന്നെ കിടന്നുറങ്ങും, പുള്ളിയോ അപ്പുറത്ത് കിടന്നുറങ്ങും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ആ ജേണി മൊത്തം അവിടെ എനിക്ക് കംപ്ലീറ്റ് ആയി. ബേസിക്കലി ആ റെക്കോർഡിങ് സെഷനിൽ ഞാൻ ഇമോഷണലായി നിർത്തി. ഞാൻ കരഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെന്നുണ്ടെങ്കിൽ ഐ ടുക്ക് സം ടൈം ഓഫ്. ഒറ്റയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു, ഇതെല്ലാം ആലോചിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞു. ദെൻ തിരിച്ച് അത് തീർത്തിട്ട് ആ ഇമോഷണൽ സ്റ്റേറ്റിൽ തന്നെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആൽബമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ബാച്ചായിട്ടാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. 1-2 ദിവസം മൾട്ടിപ്പിൾ സോങ്സ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ പാട്ട് ചെയ്ത ദിവസം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പാട്ട് തന്നെ ചെയ്യലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ ടുക്ക് എ ബ്രേക്ക് ഫോർ എ ഫ്യൂ ഡേയ്സ്. കാരണം ഇത് അത്രയും പാടായിരുന്നു എനിക്കിത് പുറത്തോട്ട് സൗണ്ടായിട്ട് ഇടാനായിട്ട്. എഴുതുമ്പോൾ അത്രയും എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം എഴുതുമ്പം അത് പുറത്തോട്ട് ഇടാനുള്ളൊരു ആവേശത്തിലായിരുന്നു. പക്ഷെ അത് ലിറ്ററലി പറഞ്ഞ് അത് റാപ്പ് ചെയ്ത് പാടി അതിന് മ്യൂസിക്കായിട്ട് ജനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ ഇമോഷൻ എനിക്ക് അത്രയും ആ മൊമെൻറ്റിലാണ് എനിക്കിത് അത്രയും പേഴ്സണലായ. നോട്ട് ഈവൻ ഈ ട്രാക്ക് മുഴുവനായിട്ട് കേൾക്കുമ്പോഴല്ല. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് ഐ ഫീൽ ലൈക്ക് വളരെ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒത്തിരി നാളായിട്ട് തന്നെ അറിയാവുന്ന ആൾക്കാരെ ഈ പാട്ടും കേട്ടിട്ടുണ്ടാവുള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലിസൺ ടു ദിസ് സോങ്. ഇറ്റ്സ് കോൾഡ് LOL. Thank you for listening. It's Big Recovery.